എൻ്റെ കുറേ നാളായിട്ടുള്ള ആഗ്രഹമായിരുന്നു ഒരു റിംഗ് ലൈറ്റ് വാങ്ങണമെന്ന്. കാരണം എൻ്റെ വീഡിയോസിനൊക്കെ ക്ലാരിറ്റി കുറയുമ്പോഴും നൈറ്റ് എനിക്ക് എടുക്കാൻ പറ്റാണ്ടാവണതിൻ്റെ മെയിൻ കേസ് റിംഗ് ലൈറ്റ് ഇല്ലാണ്ടായിരുന്നു. ഇനി എനിക്ക് എപ്പോൾ വേണമെങ്കിലും ഷൂട്ട് ചെയ്യാന്നുള്ളൊരു കോൺഫിഡൻസ് ആയിട്ടാ. ഏട്ടൻ വരുന്ന വരെ വെയിറ്റ് ചെയ്യാനുള്ള ഒരു ക്ഷമയില്ലാത്ത കാരണം ഞാൻ അപ്പം തന്നെ പൊട്ടിച്ച് ഇത് ഫിറ്റ് ചെയ്യാനെല്ലാം തുടങ്ങി. അപ്പോൾ എല്ലാം ഈ ഒരു ഹോൾഡർമേണ് ഇരിക്കും. നമുക്ക് എവിടെ വേണമെങ്കിലും ഈ ഒരു ടൈറ്റൻ ചെയ്യാനുള്ള ഒരു സംഭവമുണ്ട്. അപ്പോൾ അതെല്ലാം വെച്ച് നമുക്ക് ടൈറ്റൻ ചെയ്യാം. ഈ ട്വിസ്റ്റ് ചെയ്തുകൊണ്ടിരിക്കുന്ന സംഭവമാണ് നമ്മുടെ റിംഗ് ലൈറ്റ് ഏത് ദിശയിലേക്ക് നമുക്ക് തിരിച്ച് വെക്കണമെന്ന് തീരുമാനിക്കണേട്ടോ. അതൊക്കെ നമ്മുടെ ഇഷ്ടത്തിന് നമുക്ക് എങ്ങനെ വേണമെങ്കിലും ടൈറ്റ് ചെയ്തോ താഴത്തേക്കോ സൈഡിലേക്കോ എപ്പോൾ വേണമെങ്കിലും നമുക്ക് ചെയ്യാവുന്നതാണ്. എനിക്ക് പക്ഷേ അത് ഭയങ്കര ഇഷ്ടമായി. കാരണം അതിൽ നമുക്കധികം പണിയൊന്നുമില്ല. നമുക്ക് ആർക്ക് വേണമെങ്കിലും ഇത് സെറ്റ് ചെയ്യാവുന്ന ഒരു സംഭവമുള്ളൂ. പിന്നെ ഈ ഫോൺ ഹോൾഡർ വെക്കുമ്പോൾ ഇത്തിരി ശ്രദ്ധിക്കണം. കാരണം എന്താണെങ്കിൽ മര്യാദയ്ക്ക് അത് ടൈറ്റ് ആയില്ലെങ്കിൽ കീപ്പട്ടിക്ക് ഫോൺ വന്ന് വീണ് കിടക്കുന്ന രീതിക്ക് ഇരിക്കും. അത് നല്ലപോലെ ടൈറ്റ് ചെയ്ത് വെച്ചാലാണ് നമുക്ക് വീഡിയോ ശരിക്കും എടുക്കാൻ പറ്റുള്ളൂ. അത് ഓരോ ടൈമും നമുക്ക് സെറ്റ് ചെയ്യുമ്പോൾ എങ്ങനെയാണ് വീഡിയോൻ്റെ ഫോൺ ഇരിക്കണ്ടേ, വീഡിയോ സ്ട്രെയിറ്റ് ആയിട്ട് നിൽക്കണോ, കീപ്പട്ടിക്ക് കീഴെ വീണ് കിടക്കണോ, അതൊക്കെ നമ്മുടെ ഇഷ്ടത്തിനനുസരിച്ച് നമുക്കത് സെറ്റ് ചെയ്യാവുന്നതാണ്, ടൈറ്റ് ചെയ്യാവുന്നതാണ്. പിന്നെ ഈ ഒരു ബട്ടൺ വെച്ചിട്ടാണ് നമ്മൾ ലൈറ്റ് ഏത് കളർ വേണം, എത്ര പവർ വേണം എന്നൊക്കെ നമ്മൾ തീരുമാനിക്കുന്നത്. ആ പ്ലസ് ഒക്കെ അമർത്തിയാൽ നമുക്ക് നല്ല കൂടുതൽ ലൈറ്റ് നമുക്ക് കിട്ടും. അതല്ല കുറവ് ലൈറ്റ് മതി വെച്ചാൽ നമ്മൾ മൈനസ് നിൽക്കിയാലും മതി. പിന്നെ നമുക്കിതിൽ 4 കളേഴ്സ് ഉണ്ട്. അപ്പോൾ ഇത് ഞാൻ റൂം ലൈറ്റ് ഇടാണ്ട് എടുത്തിട്ടുള്ള ഒരു വീഡിയോ ആയിരുന്നു. എനിക്ക് പക്ഷേ ഇഷ്ടപ്പെട്ടിട്ടുണ്ട്. അപ്പോൾ അടുത്ത വീഡിയോ ആയിട്ട് കാണാം.